നമ്മുടെ ശരീരത്തിലെ സൂപ്പർ ഹീറോ എന്നറിയപ്പെടുന്ന ഒരു അവയവമാണ് കരൾ. കാരണം എന്താണ്? അത് ഒരുപാട് ഫങ്ഷൻസ്, അതായത് ഏറ്റവും കൂടുതൽ ഫങ്ഷനിങ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലെ കരളാണ്. അതേപോലെ തന്നെ ഇന്ന് കരൾ രോഗികൾ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. എസ്പെഷ്യലി ഈ ഫാറ്റി ലിവർ എന്ന കണ്ടീഷൻസ് വളരെ കോമൺലി എല്ലാവരുടെ ഇടയിലും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ കരളിൻ്റെ ആരോഗ്യം തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ്, അതേപോലെ തന്നെ എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ കരളിൻ്റെ ആരോഗ്യം നമുക്ക് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഭക്ഷണ രീതികളും വർക്കൗട്ടുകളും എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ക്യൂൻബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ്. വൺ ഓഫ് ദ സൂപ്പർ ഓർഗൻ അല്ലെങ്കിൽ സൂപ്പർ ഹീറോ എന്നറിയപ്പെടുന്ന ഒരു ഓർഗനാണ് ലിവർ എന്ന് പറയുന്നത്. ബോഡിയിലെ ഏറ്റവും കൂടുതൽ ഫങ്ഷൻസ് ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള കരളാണ്. നമ്മുടെ ബോഡിയിലെ കാർബോഹൈഡ്രേറ്റ്സ്, അന്നജത്തിനെ മെറ്റബോളൈസ് ചെയ്യാനും ഫാറ്റ് മെറ്റബോളിസത്തിന് സഹായിക്കുന്നു. വൈറ്റമിൻസിനെ അബ്സോർബ് ചെയ്യാനും പിത്തരസം സ്റ്റോർ ചെയ്യാനും ഒക്കെ കരൾ വളരെ യൂസ്ഫുൾ ആണ്. ചെറിയൊരു പോർഷൻസ് ഉണ്ടെങ്കിലും അതിൽ നിന്നും റീജനറേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കരളിന് പ്രസന്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻസ് ഒക്കെ പോലത്തെ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഒക്കെ ഇന്ന് നമ്മൾ കണ്ടുവരുന്നത്. കാരണം ചെറിയൊരു പോയിന്റ്സ് ഉണ്ടെങ്കിലും അത് പെട്ടെന്ന് തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ റീജനറേറ്റ് ചെയ്യാനും അതിന് സഹായിക്കുന്നത്. പക്ഷെ ഒരു പരിധി വരെ നമ്മുടെ ലിവർ നമ്മുടെ ഇൻഫെക്ഷൻസിനെയും അതേപോലെ തന്നെ ടോക്സിൻസിനെയും അത് തടഞ്ഞു നിർത്തുന്നതാണ്. പക്ഷെ അത് എൻഡ് സ്റ്റേജ് എത്തിക്കഴിയുമ്പം ലിവറിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനിങ് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും ലിവറിന് ഒരു ഹെവി ലോഡ് കൊടുക്കാൻ പാടില്ല. ഒരു 90% നമ്മൾക്ക് ഭക്ഷണത്തിലൂടെ തന്നെയാണ് നമ്മുടെ ലിവർ നശിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ ഫാറ്റി ലിവർ എന്ന കണ്ടീഷൻസ് വരുന്നത് എന്താണ്? അതിലെ 90% കോസസും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ആണ്. ഒരു 10% അല്ലെങ്കിൽ ഒരു 5% കോസസ് മാത്രമേ ഉള്ളൂ ഇതൊരു ആൽക്കഹോളിക് കോസ് ആയിട്ട് പറയുന്നുള്ളൂ. പക്ഷേ ഫാറ്റി ലിവർ എന്ന രോഗമുണ്ടോ ആളുകൾ ചിന്തിക്കുന്നത് മദ്യപിച്ചിട്ട് കൊണ്ടാണ്. പക്ഷെ ഒരു തുള്ളി മദ്യം കഴിക്കാത്ത ആളുകൾക്ക് പോലും ഇന്ന് ഫാറ്റി ലിവർ എന്ന രോഗം കണ്ടുവന്നിട്ടുണ്ട്. എന്തായിരിക്കും കാരണം? ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ്. നമ്മൾ കൂടുതലായിട്ടും ഫുഡിനെയാണ് ഡിപ്പെൻഡ് ആയിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഒരു എക്സസൈസോ ഒരു വർക്കൗട്ട്സോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. കൂടുതലായിട്ടും നമ്മൾ ഈ റെസ്റ്റോറൻറ്റ്സ്, അതേപോലെ തന്നെ ഹോട്ടൽസ്, അങ്ങനത്തെ കഫേ പോലത്തെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഡിപ്പെൻഡ് ആയി പോകുന്നു. നമ്മളിപ്പം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കിയിട്ട് രാത്രി കാലങ്ങളിൽ കൂടുതലായിട്ടും ഫുഡ് കഴിക്കുന്ന ആളുകളായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ വർക്ക് പ്രഷറിൻ്റെ അല്ലെങ്കിൽ വർക്ക് സ്ട്രെസ്സിന്റെ കാരണമൊക്കെ ആയിട്ട് നമ്മൾ നൈറ്റിൽ ആ ഒരു സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെവി ആയിട്ട് ഫുഡ് കഴിക്കും. ലൈക്ക് കുഴിമന്തി, ബിരിയാണി എല്ലാം വലിച്ചു വാരി കഴിക്കും. ടൈമിങ് നോക്കുമ്പോൾ ഒരു 12 മണി, 1 മണി, 11 മണി ഈ ഒരു സമയത്തായിരിക്കും നമ്മൾ ആ വലിച്ചു വാരി ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പം നമ്മളെ ബോഡി ഓട്ടോമാറ്റിക്കലി ഒരു റിവേഴ്സ് പ്രോസസ്സിലേക്ക് പോകും. കാരണം അവിടെ നമ്മൾ കഴിക്കുന്ന ഫുഡിനെ മാക്സിമം അതിനെ മെറ്റബോളൈസ് ചെയ്യാൻ നമ്മളെ ബോഡി പരമാവധി ശ്രമിക്കും, ലിവർ പരമാവധി ശ്രമിക്കും. പക്ഷെ ലിവറിനാവില്ല. നമ്മൾ ഹെവി ആയിട്ട് ഈ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മെക്കാനിസം തന്നെ ഡിസ്റ്റർബ്ഡ് ആവുന്നു. അങ്ങനെ നമ്മൾ ഡെയിലി ഈ ഒരു പാറ്റേൺസ് ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഫാറ്റി ലിവർ എന്ന കണ്ടീഷൻസ് രൂപപ്പെടുന്നത്. ഫാറ്റി ലിവർ എന്താണ്? നമ്മുടെ ലിവറിന് ചുറ്റുമായിട്ടും ഈ ഫാറ്റ്സ് അല്ലെങ്കിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ട് അതിൻ്റെ ഫങ്ഷനിങ് കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആവുകയും അതിന് കൃത്യമായിട്ട് പ്രവർത്തിക്കാതെ വരുമ്പോഴാണ് അതിന് ഫാറ്റി ലിവർ എന്ന കണ്ടീഷൻസിലേക്ക് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ കോസസ് എന്ന് പറയുന്നത് നമ്മളെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, എസ്പെഷ്യലി ഈ ജങ്ക് ഫുഡ്, പ്രോസസ്ഡ് ഫുഡ്, ഫാസ്റ്റ് ഫുഡിനെയൊക്കെ കൂടുതൽ ഡിപ്പെൻഡ് ആയിട്ടും അല്ലെങ്കിൽ അതൊരു ടൈമിംഗ് ഇല്ലാതെ നമ്മൾ കഴിക്കുക, ഡെയിലി കഴിക്കുന്ന ആളുകൾക്കൊക്കെയാണ് ഇങ്ങനത്തെ ഈ ഒരു ഫാറ്റി ഡിപ്പോസിഷൻസ് വരുന്നത്. നമ്മൾ കൂടുതലായിട്ടും ഈ ഗ്ലൂട്ടൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ഗോതമ്പ്, ആട്ട, മൈദ, റവ ഇതൊക്കെ അമിതമായിട്ട് കഴിക്കുന്ന ആളുകൾക്കും ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ ജങ്ക് ഫുഡ് കൂടുതലായിട്ടും കഴിക്കുന്നത്, സ്പൈസി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ടും കഴിക്കുക, കൂടുതൽ മധുരമേറിയിട്ടുള്ള ഭക്ഷണങ്ങൾ അമിതമായിട്ട് കഴിക്കുന്ന ആളുകൾക്കൊക്കെയാണ് ഈ പറയുന്ന ഫാറ്റി ഡിപ്പോസിഷൻസിലേക്ക് ലീഡ് ചെയ്യുന്നത്. അതേപോലെ റെഡ് മീറ്റ് അമിതമായിട്ട് കഴിക്കുന്ന ആളുകൾ, പോർക്ക്, ബീഫ്, മട്ടൺ ഡെയിലി നമ്മൾ കഴിക്കുന്നതാണെങ്കിൽ അതും ഈ പറഞ്ഞിട്ടുള്ള ഫാറ്റി ലിവറിലേക്ക് ലീഡ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ സ്മോക്കിംഗ്, ആൽക്കഹോൾ ഇതൊക്കെ മെയിൻ ഇതിൻ്റെ ഒരു കോസസ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഒബേസിറ്റി ഇതിൻ്റെ ഒരു മെയിൻ റീസൺ ആണ്. നമ്മൾ അമിതമായിട്ട് ഫുഡ് കഴിക്കുമ്പം ഫാറ്റ് ഡിപ്പോസിഷൻസ് പല ഓർഗൻസിനും പല ഏരിയാസിലും ഡിപ്പോസിറ്റ് ചെയ്തിട്ട് നമ്മുടെ ബോഡി വെയിറ്റ് കൂടി വരും. അപ്പം നമ്മളെ BMI, ബോഡി മാസ് ഇൻഡെക്സ്, നമ്മുടെ ഹൈറ്റിന് പ്രൊപ്പോർഷണൽ ആയിട്ട് നമ്മളെ വെയിറ്റ് വരണമെന്നാണ് നമ്മൾ പഠനങ്ങളിൽ പറയുന്നത്. പക്ഷേ ഈ ഒരു ഓവർ വെയിറ്റ് കാരണം ഫാറ്റ് ഡിപ്പോസിഷൻസ് വരികയും അത് നമ്മളെ ഓരോ ഓർഗൻസിനെ എഫക്ട് ചെയ്ത് അതിൻ്റെ ഫംഗ്ഷനിങ് ഡിസ്റ്റർബ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒബേസിറ്റി ഇതിൻ്റെ ഒരു മെയിൻ കോസസ് ആണ്. അതേപോലെ തന്നെ നമ്മൾ വെയിറ്റ് കൂടിയിട്ടുള്ള ആളുകളാണെങ്കിൽ വർക്കൗട്ട് ചെയ്യണം. ഇന്നത്തെ ആളുകൾ ആരും വർക്കൗട്ട് കൃത്യമായിട്ട് ചെയ്യുന്നില്ല. ഒരു 4 അല്ലെങ്കിൽ ഒരു 4 ചുമരിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു മൊബൈലോ കമ്പ്യൂട്ടേഴ്സോ വെച്ചിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലോങ് സ്റ്റാൻഡിങ് അല്ലെങ്കിൽ ലോങ് സിറ്റിംഗ് ജോബ്സ് ആണ്
ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബോഡിക്ക് ഒരു മൂവ്മെന്റ്സോ അല്ലെങ്കിൽ ബോഡിയിലുള്ള വേർപ്പിന് പുറന്തള്ളപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും നമ്മളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ മെയിൻ റൂട്ട് കോസസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അമിതമായിട്ട് ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കഴിക്കുക, ഈ കൊക്കക്കോള, പെപ്സി പോലത്തെ ഇത്തരം ഷുഗറി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഷുഗറി റിച്ച് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുമ്പോഴും അതും ഈ പറഞ്ഞിട്ടുള്ള ഫാറ്റ് ഡിപ്പോസിഷനിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഈ മധുര പലഹാരങ്ങൾ കൂടുതലായിട്ടും ഫാറ്റ് ആയിട്ട് മാറുന്നത്? അതിൻ്റെ പിന്നിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന പ്രക്രിയയാണ് നടക്കുന്നത്. ഇൻസുലിൻ ബോഡിയിൽ ഉണ്ടാവുന്ന കൊഴുപ്പിനെ അല്ലെങ്കിൽ ബോഡിയിൽ ഉണ്ടാവുന്ന ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് എത്തിക്കാനാണ് സഹായിക്കുന്നത്. പക്ഷേ പല ഫാക്ടേഴ്സ് ലൈക്ക് നിങ്ങളിപ്പം അമിതമായിട്ട് ഈ പറഞ്ഞ കൊഴുപ്പ് ഭക്ഷണങ്ങളൊക്കെ കഴിക്കും, ഇൻസുലിൻ അവിടെ റെസിസ്റ്റ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ഇൻസുലിൻ പ്രവർത്തിക്കാതെ വരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയിൽ ഈ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഇൻക്രീസ് ആവുകയും ആ ഗ്ലൂക്കോസിനെ നമ്മുടെ ബോഡി എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. എന്തിലേക്ക്? ഫാറ്റ് ആക്കി കൺവേർട്ട് ചെയ്യപ്പെടും. ആ ഫാറ്റിനെ എവിടെയെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് ചൂസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ലിവർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പല ഓർഗൻസിന് ചുറ്റുമായിട്ടും അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അങ്ങനെ നമ്മൾ അടിവയറിന് ചുറ്റും സ്റ്റോർ ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ബെല്ലി ഫാറ്റ് എന്ന കണ്ടീഷൻസ് രൂപപ്പെടുന്നത്. അങ്ങനെ ആ ഒരു ഫാറ്റി ഡിപ്പോസിഷൻസ് അല്ലെങ്കിൽ ആ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ പറഞ്ഞുള്ള ഫാറ്റി ലിവർ എന്ന കണ്ടീഷൻസ് രൂപപ്പെടുന്നത്. അപ്പോൾ ആ ഫാറ്റി ഡിപ്പോസിഷൻസ് കുറയ്ക്കാൻ അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന പ്രക്രിയനെ റിവേഴ്സ് ചെയ്തിട്ട് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എന്ന കണ്ടീഷൻസ് അല്ലെങ്കിൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എന്ന ആ ഒരു പ്രോസസ്സിലേക്ക് നമ്മുടെ ബോഡീനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. അതിന് വർക്കൗട്ട് മസ്റ്റുകളാണ്. അതേപോലെ തന്നെ ഭക്ഷണ രീതികൾ നമ്മൾ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫാറ്റി ലിവർ എന്ന കണ്ടീഷൻസിന് മെയിനായിട്ടും ലക്ഷണങ്ങൾ ഒരുപാടുണ്ട്. ഒന്നാമതായിട്ട് അമിതമായിട്ട് ക്ഷീണം കാണാം. ചെറിയ ഫുഡ് അല്ലെങ്കിൽ കുറച്ച് ഫുഡ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറൊരു ഫുൾ ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ബ്ലോട്ടിംഗ് ടെൻഡൻസി, വയറ് നിറഞ്ഞ പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും. ഏമ്പക്കായിട്ട് രൂപപ്പെടാം. വയറിന് വേദന, എസ്പെഷ്യലി റൈറ്റ് സൈഡിൽ നിന്ന് ഭയങ്കരമായിട്ട് ഒരു നേരിയ വേദന പോലെ കാണപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ മലം പോകുന്ന സമയത്ത് ചില ആളുകൾക്ക് ഭയങ്കര ഡാർക്ക് കളേർഡ് സ്റ്റൂൾ ആവാം, അല്ലെങ്കിൽ ചില ആളുകൾക്ക് കോൺസ്റ്റിപ്പേറ്റഡ് ആവാം, ചില ആളുകൾക്ക് ഡയറി അല്ലെങ്കിൽ വയറിളകി പോകുന്ന പ്രശ്നങ്ങളും രൂപപ്പെടാവുന്നതാണ്. നിങ്ങളെ സ്കിന്നിൽ അല്ലെങ്കിൽ നിങ്ങളെ കണ്ണിൻ്റെ അകത്ത് അല്ലെങ്കിൽ നഖങ്ങൾക്കൊക്കെ ഒരു യെല്ലോ ഡിസ്കളറേഷൻസ്, ജോണ്ടിസ് എന്ന കണ്ടീഷൻസും ഇതിനോടൊപ്പം രൂപപ്പെടാവുന്നതാണ്. സ്കിന്നിൽ റാഷസ് വരിക, സ്കിന്നിൽ ഇച്ചിങ് രൂപപ്പെടുക, സ്കിൻ ടാഗ്സ് ഉണ്ടാവുക, ഗ്യാസ്ട്രോ റിലേറ്റഡ് കംപ്ലൈൻസ് ഉണ്ടാവുക, ഈ ദഹനത്തിന്റെ പ്രശ്നങ്ങൾ, ബ്ലോട്ടിംഗ് ടെൻഡൻസി, വയറ് വീർക്കുക, അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ. അതായത് നമ്മൾ ഓരോ സിസ്റ്റം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെയൊക്കെ ഈ ഒരു ലിവറിന്റെ ആ ഒരു അഫക്ഷൻസ് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലിവർ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ ശരീരത്തിലെ വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ, വൈറ്റമിൻ സി, ഇത്തരം വൈറ്റമിൻസ് പ്രോപ്പർ ആണോ എന്ന് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം വൈറ്റമിൻസ് അബ്സോർബ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ലിവർ ആണ്. അപ്പോൾ വൈറ്റമിൻസ് ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ അവിടെ ഈ ഒരു ലിവർ ഫംഗ്ഷനിങ്ങും ഡെഫിഷ്യൻ്റ് ആണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. സോ ഇത്തരം വൈറ്റമിൻസ് കൃത്യമാണോ എന്ന് ജസ്റ്റ് ഒന്ന് മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്. ഇനി നിങ്ങളെ ഭക്ഷണത്തിലോട്ട് വരുമ്പം ഫൈബേഴ്സ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക, ഹെൽത്തി ഫാറ്റ്സ്, പ്രോട്ടീൻസ്, വൈറ്റമിൻസും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഹെൽത്തി ഫാറ്റ്സ് മീൻസ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ചെറിയ മത്സ്യങ്ങൾ കഴിക്കാം, ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ്, ഫ്രൂട്ട്സിൽ നിങ്ങൾക്ക് ബട്ടർ ഫ്രൂട്ട് കഴിക്കാവുന്നതാണ്. അതേപോലെ തന്നെ കുറച്ചുകൂടി ലീഫി വെജിറ്റബിൾസ് ഒക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. ബീട്രൂട്ട്, ക്യാരറ്റ്, ബ്രൊക്കോളി, ക്രൂസിഫറസ് വെജിറ്റബിൾസ് ഒക്കെ നല്ലപോലെ ഉൾപ്പെടുത്താവുന്നതാണ്. അതേപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി റിച്ച് ആയിട്ടുള്ള ജിഞ്ചർ, ഗാർലിക്, കുർക്കുമിൻ അല്ലെങ്കിൽ മഞ്ഞളൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. ഇതൊക്കെ ഇൻഫ്ലമേഷൻസ് ഒരു പരിധി വരെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. ബോഡിയിലെ വാട്ടർ ഇൻടേക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു 3 ലിറ്റർ ടു 4 ലിറ്റർ വരെയെങ്കിലും വാട്ടർ ഇൻടേക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഡയറ്റിൽ നിന്നും ഷുഗറിൻ്റെ ഇൻടേക്ക് പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക. ഷുഗർ മീൻസ് ലൈക്ക് ഷുഗർ ക്രിസ്റ്റൽസ്, അതായത് നിങ്ങൾ ചായയിലും കാപ്പിയിലും ആഡ് ചെയ്യുന്ന ഷുഗർ മാത്രമല്ല, നിങ്ങൾ കഴിക്കുന്ന വൈറ്റ് റൈസ്, ചോക്ലേറ്റ്, പേസ്ട്രി, ഐസ്ക്രീംസ്, അങ്ങനത്തെ എല്ലാത്തിലും ഷുഗർ പ്രിസർവേറ്റീവ്സ് അല്ലെങ്കിൽ ഷുഗർ സിറപ്സ് ആഡ് ചെയ്യുന്നിട്ടുണ്ട്. അപ്പോൾ ഈ പുറത്തുനിന്നുള്ള ആഹാരങ്ങളുടെ ഇൻടേക്ക് പരമാവധി കുറച്ചെടുക്കാൻ ശ്രമിക്കുക. ലിവർ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പല രീതിയിലുള്ള നാച്ചുറൽ ഡ്രിങ്ക്സ് ഒക്കെ പല സോഷ്യൽ മീഡിയാസിലെല്ലാം കാണുന്നുണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഒരിക്കലും ഫോളോ ചെയ്യരുത്. നിങ്ങൾ ഒരു ഡേ കഴിച്ചോളൂ, പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് പിന്നീട് ലിവർ ഫെയിലിയർ, കിഡ്നി ഫെയിലിയറിലേക്കൊക്കെ ലീഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഒരിക്കലും നമ്മൾ ഫ്രൂട്ട്സ് ഒന്നും ഫ്രൂട്ട് ജ്യൂസി ഫോം ആക്കി കുടിക്കരുത്. അത് ആ ഫൈബർ കണ്ടന്റ് നഷ്ടപ്പെട്ട് എഗെയിൻ വെയിറ്റ് ഗെയിനിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രീൻ ടീ, ചായയും കാപ്പിയൊക്കെ ഒഴിവാക്കിയിട്ട് ഗ്രീൻ ടീ ഒക്കെ ഒന്ന് പ്രിഫർ ചെയ്യാവുന്നതാണ്. അത് ബോഡിയിലെ മെറ്റബോളിസം ബൂസ്റ്റപ്പ് ചെയ്യാനും ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനും അതേപോലെ തന്നെ ബോഡി വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങൾ അത്യാവശ്യം സീഡ്സ് കഴിക്കുക, ലൈക്ക് പംകിൻ സീഡ്സും ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ്,
ഇതൊക്കെ നല്ലപോലെ റോസ്റ്റ് ചെയ്തിട്ട് പൗഡർ ഫോം കുറച്ച് കോക്കനട്ടൊക്കെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമ്മളെ വയറ് ഫുള്ളായിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്ക് ആ ഒരു അപ്പറ്റൈറ്റിന് ഒരു ഇംബാലൻസ് വരികയും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നതല്ല. അതോടൊപ്പം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ബോഡി സ്വെറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വർക്കൗട്ട്സുകളും ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഡെയിലി ഒരു 1 month ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു റിസൾട്ട് നമുക്ക് ഫീൽ ചെയ്യാവുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്